ഗുജറാത്തിലെ പ്രണയ വിവാഹങ്ങളുടെ സ്വഭാവം മാറ്റിയെഴുതുന്ന വിപ്ലവകരവും എന്നാൽ ഏറെ വിവാദപരവുമായ നിയമനിർമ്മാണത്തിനാണ് സർക്കാർ ഒരുങ്ങുന്നത്. പ്രണയ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് വധൂവരന്മാരുടെ മാതാപിതാക്കളെ ഔദ്യോഗികമായി അറിയിക്കണമെന്നും അവരുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നുമാണ് പുതിയ ഭേദഗതിയുടെ അന്തസത്തത. സനാതന സംസ്കാരത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തടയുക എന്നതാണ് ഈ നിയമ ഭേദഗതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി ഹർഷ് സംഘവി സഭയിൽ വ്യക്തമാക്കി. ആൾമാറാട്ടത്തിലൂടെയും പ്രലോഭനങ്ങളിലൂടെയും നിഷ്കളങ്കരായ പെൺകുട്ടികളെ വഞ്ചിക്കുന്നത് തടയാൻ ഇത് സഹായകമാകുമെന്നാണ് സർക്കാർ വാദം. ലവ് ജിഹാദ് പോലുള്ള പ്രവണതകൾക്ക് തടയിടുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. മുസ്ലിം കുടുംബങ്ങൾ ഒന്നുപോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും വൻതോതിൽ നിക്കാഹ് സർട്ടിഫിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതായി കണ്ടെത്തിയിട്ടുണ്ടെന്ന് മന്ത്രി ആരോപിച്ചു. ഇത്തരം ക്രമക്കേടുകൾ തടയുന്നതിനും വിവാഹങ്ങൾ സുതാര്യമാക്കുന്നതിനും പുതിയ നിയമം അനിവാര്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്തെ ശക്തരായ പട്ടേൽ ഠാക്കൂർ സമുദായ സംഘടനകൾ മാതാപിതാക്കളുടെ അനുമതിയില്ലാത്ത വിവാഹങ്ങൾക്കെതിരെ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. മാതാപിതാക്കളെ അവഗണിച്ച നടത്തുന്ന വിവാഹങ്ങൾ അസാധുവാക്കണമെന്നായിരുന്നു ഇവരുടെ പ്രധാന ആവശ്യം. ഈ സമ്മർദ്ദങ്ങൾ കൂടി പരിഗണിച്ചാണ് സർക്കാർ ഭേദഗതിയുമായി എത്തുന്നത്. പുതിയ ഭേദഗതി പ്രകാരം വിവാഹത്തിന് അപേക്ഷിക്കുന്നവർ നോട്ടറി സാക്ഷ്യപ്പെടുത്തിയ സത്യവാങ്മൂലം സമർപ്പിക്കണം. ഈ അപേക്ഷ ലഭിച്ചാൽ അസിസ്റ്റന്റ് രജിസ്ട്രാർ 10 ദിവസത്തിനുള്ളിൽ വധൂവരന്മാരുടെ അച്ഛനമ്മമാരെ നേരിട്ടോ ഫോൺ വഴിയോ വിവരം അറിയിച്ചിരിക്കണം. അപേക്ഷയോടൊപ്പം വധൂവരന്മാരുടെ രേഖകൾക്ക് പുറമെ അച്ഛനമ്മമാരുടെ ആധാർ കാർഡ് പകർപ്പുകൾ, കൃത്യമായ വിലാസം, ഫോൺ നമ്പറുകൾ എന്നിവയും നൽകണം. വിവാഹത്തിന് മാതാപിതാക്കളുടെ സമ്മതമുണ്ടോ എന്ന് അപേക്ഷയിൽ പ്രത്യേകം രേഖപ്പെടുത്തുകയും വേണം.